ഹായ് ഡിയർ, സ്പീക്ക് ഇംഗ്ലീഷ് വിത്ത് ഇഷലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചാനലിൽ IELTS OET സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് ആണ് ഇടാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും IELTS OET PTE സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ലെവൽ അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, ഇൻഡിവിജ്വൽ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുള്ള ഡേയ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഡ്യൂൾസ് വെച്ചിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് പേഴ്സണൽ ട്യൂഷൻ മെത്തേഡിലായിരിക്കും നമ്മുടെ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇനിയും IELTS എഴുതാനുള്ളവർ, IELTS പഠിക്കണം എന്ന ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ മടിച്ച് നിൽക്കാണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് എക്സാം എഴുതാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ ഇന്ന് കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റൈറ്റിങ്ങിലെ കാര്യങ്ങളാണ്. ഓക്കെ, IELTS റൈറ്റിംഗ് ടാസ്ക് 2. ഓക്കെ, ടാസ്ക് 2 എസ്സേ എഴുതുന്നവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പം ഈ ജൂലൈ ഓഗസ്റ്റിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഈ ടോപ്പിക്ക് നോക്കാണ്ട് നിങ്ങൾ IELTS എക്സാം എഴുതാൻ പോകാതിരിക്കുക. ഓക്കെ, എപ്പോഴും IELTS എസ്സേ എഴുതുമ്പോൾ നമുക്കറിയാം ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് നോളജ് ഉണ്ട്, ആ ടോപ്പിക്കിനെ കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം, അതിൻ്റെ പോയിന്റ്സ് നമുക്കറിയാം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു 40 മിനിറ്റ്സിൽ നല്ല നീറ്റായിട്ട് കവർ ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ചിട്ടുള്ള ഐഡിയാസും നോളജും നമുക്കുണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് വൃത്തിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതെല്ലാം നമുക്ക് ഒരു ഐഡിയയും ഇല്ലാത്ത ടോപ്പിക്കുകളാണ്. പെട്ടെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്തൊക്കെ എഴുതണം എന്ന് നമുക്ക് ഐഡിയ ഇല്ല എന്നുണ്ടെങ്കിൽ എഴുതാൻ കുറച്ച് ടഫായിരിക്കും, ഈവൻ ദോ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ പോലും. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ടോപ്പിക്സ് അല്ലെങ്കിൽ പോയിന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാൻ ഇത്രയും കൂടി ഈസി ആയിരിക്കും. കാരണം എന്താണ്, നമുക്ക് എങ്ങനെ എഴുതണം, അതിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചർ, ഗ്രാമർ, ഈ കാര്യത്തിലേക്കൊക്കെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്താ എഴുതേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കുറച്ച് ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ജൂലൈ ഓഗസ്റ്റിൽ എക്സാം എഴുതുന്നവർ തീർച്ചയായിട്ടും ഈ ടോപ്പിക്സ് നോക്കിയിട്ട് തന്നെ എക്സാം എഴുതാൻ പോവുക. സോ ഫസ്റ്റ് ടോപ്പിക് ഈസ് എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഇപ്പം കുറച്ചായിട്ട് ചോദിക്കുന്നില്ല, പക്ഷേ ഈ ഒരു മന്ത്സിൽ നമുക്ക് എഡ്യൂക്കേഷൻ തീർച്ചയായിട്ടും ചോദിക്കാനുള്ള പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എസ്സേസ് ആണ്. അപ്പോൾ നമുക്ക് എസ്സേസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The government should allocate more funding to teaching sciences rather than other subjects in order for a country to develop and progress. To what extent do you agree or disagree? നമുക്ക് 9 മോഡൽ എസ്സേ ആണുള്ളത്. അതിൽ ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി ആണ് ഈ എസ്സേ. അപ്പോൾ അതേ ഫോർമാറ്റിൽ ടു വാട്ട് എക്സ്റ്റെൻറ്റ് എങ്ങനെയാണോ എഴുതേണ്ടത് അതേ ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഈ എസ്സേ എഴുതണം. അപ്പോൾ ഗവൺമെൻറ് കൂടുതൽ ഫണ്ടിങ് സയൻസ് ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. മറ്റ് സബ്ജക്ട്സിനേക്കാൾ സയൻസ് സബ്ജക്റ്റിന് വേണ്ടിയിട്ട് കൂടുതൽ മണി സ്പെൻഡ് ചെയ്യണം. അപ്പം അതിനോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു വിയോജിക്കുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എഗ്രി ചെയ്യാം, ഡിസഗ്രി ചെയ്യാം, പാർഷ്യലി എഗ്രി കൂടെ ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ പാർഷ്യലി എഗ്രി ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്താണ്, പാർഷ്യലി എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് സൈഡും പറയണം, ആ രണ്ട് സൈഡും ഏകദേശം തുല്യമായിരിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല നമ്മുടെ എസ്സേയിൽ. അപ്പോൾ ഒന്നെങ്കിൽ കംപ്ലീറ്റ്ലി എഗ്രി ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസഗ്രി ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഇതിൽ ക്വസ്റ്റ്യൻ: ദ ഗവൺമെൻറ് ഷുഡ് അലോക്കേറ്റ് മോർ ഫണ്ടിങ് ടു ടീച്ചിങ് സയൻസസ് റാദർ ദാൻ അതർ സബ്ജക്ട്സ് ഇൻ ഓർഡർ ഫോർ എ കമ്പനി ടു ഡെവലപ്പ് ആൻഡ് പ്രോഗ്രസ്. അപ്പം ഞാനിപ്പോൾ ഇതിനോട് എഗ്രി ചെയ്യുന്നു. കാരണം സയൻസ് ആണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പം അത് നമുക്ക് പറയാം, സയൻസിൽ സ്പെൻഡ് ചെയ്താൽ തന്നെയാണ് കൂടുതലായിട്ട് അതിൽ സ്റ്റഡീസ് നടക്കുള്ളൂ, കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാവുള്ളൂ എന്നെല്ലാം പറയാം. നമുക്ക് കൂടുതൽ അടുത്തൊരു പോയിന്റ് ആയിട്ട് പറയാം, ഡെവലപ്മെൻറ്റ്, അതായത് സയൻസിൽ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്തവർ തന്നെയാണ് ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രോഗ്രസ് ആയിട്ടുള്ള കൺട്രീസ്, അതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എഴുതാൻ പറ്റും പോയിന്റ്. ഇനി ഓപ്പോസിറ്റ് സൈഡും നമുക്ക് പറയാം, സയൻസ് മാത്രം പോരാ, കാരണം എല്ലാവർക്കും സയൻസിൽ തന്നെ ആയിരിക്കില്ല ഇൻട്രസ്റ്റ്. അപ്പോൾ സയൻസിൽ മാത്രം എഡ്യൂക്കേഷൻ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതിന് ലാക്ക് ആവും. അപ്പം എല്ലാ മേഖലയിലും ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയാണ് ഡെവലപ്മെന്റും പ്രോഗ്രസ്സും നടക്കുള്ളൂ. അത് പറയാം, ആ സൈഡ് പറയാം. ഇത് ഏതാണോ നിങ്ങൾക്ക് ഇപ്പോൾ എഗ്രി ആണ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അതിൻ്റെ പോയിന്റ്, ഡിസഗ്രി ആണ് ചെയ്യാൻ തോന്നുന്നെങ്കിൽ അതിൻ്റെ പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എഡ്യൂക്കേഷനിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡിസിപ്ലിൻ ഈസ് എവർ ഇൻക്രീസിംഗ് പ്രോബ്ലം ഇൻ മോഡേൺ സ്കൂൾസ്. സം പീപ്പിൾ തിങ്ക് ദാറ്റ് ഡിസിപ്ലിൻ ഷുഡ് ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ടീച്ചേഴ്സ് വൈൽ അതേഴ്സ് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ദ റോൾ ഓഫ് പേരൻസ്. ഡിസ്കസ് ബോത്ത് സൈഡ്സ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ. സോ ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ ആണ് അതിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതുക. ഇപ്പോൾ ഡിസിപ്ലിൻ ഒരു ഭയങ്കര പ്രോബ്ലമാണ് മെയിൻ സ്കൂളുകളിൽ. കുറേ പേര് പറയുന്നു ടീച്ചേഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അതല്ല പാരൻസിൻ്റെ ആണെന്ന് പറയണം. അപ്പോൾ രണ്ട് സൈഡും പറയണം, ഡിസ്കസ് ബോത്ത് വ്യൂസ് ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ, അതിൻ്റെ ആ ഒരു ഫോർമാറ്റിൽ തന്നെ എഴുതുക. ഇത് ഇങ്ങനെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നല്ല, ഈ ഒരു ടോപ്പിക്കുകൾ നിങ്ങൾ നോക്കിയിട്ട് പോവുക. ക്വസ്റ്റ്യൻ റീഫ്രേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണം എന്നില്ല, നമുക്ക് 9 ഫോർമാറ്റിലുള്ളതിൽ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും ആകാം.
പിന്നെ അടുത്തൊരു ടോപ്പിക് എന്ന് പറയുമ്പോൾ സം പീപ്പിൾ ബിലീവ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് നോട്ട് ബി ഗിവൺ ഹോംവർക്ക് എവറി ഡേ വൈൽ അതേഴ്സ് ബിലീവ് ദാറ്റ് ദേ മസ്റ്റ് ഗെറ്റ് ഹോംവർക്ക് എവറി ഡേ ഇൻ ഓർഡർ ടു ബി സക്സസ്ഫുൾ അറ്റ് സ്കൂൾ. ഡിസ്കസ് ബോത്ത് വ്യൂസ് ആൻഡ് ഗിവ് യുവർ ഒപ്പീനിയൻ, അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ, അത് ചോദിക്കാം. അതായത് എല്ലാ ദിവസവും ഹോംവർക്ക് കൊടുക്കണം എന്നാണ് കുറച്ച് പേര് വിചാരിക്കുന്നത്. എന്നാൽ കുറച്ച് പേര് വിചാരിക്കുന്നു എന്താണ് എല്ലാ ദിവസവും ഹോംവർക്ക് കൊടുക്കണ്ടെന്ന്. നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ളതാണ്. അതും രണ്ട് സൈഡും നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ എന്നൊരു ഫാക്ടറിൽ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇതേ ഒരു പാരഫ്രൈസ് ചെയ്തിട്ടായിരിക്കും നമ്മളോട് ചോദിക്കുന്നുണ്ടാവുക. ഫോർമാറ്റും ഈ 9 ഫോർമാറ്റിൽ ഏത് മോഡലിൽ വേണമെങ്കിലും ആവാം. പക്ഷേ ഈ ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പോൾ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതെല്ലാമാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ടോപ്പിക്കാണ് എൻവയോൺമെൻറ്റ്. ഓക്കെ, എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കും നമുക്ക് ഈ ഒരു ജൂലൈ ഓഗസ്റ്റിൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എൻവയോൺമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി അക്കാഡമിക്കുകാർക്കും ജനറലുകാർക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് എൻവയോൺമെൻറ്റ്. സോ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ്. എസ്പെഷ്യലി അക്കാഡമിക് എക്സാം എഴുതുന്നവർക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് തന്നെയാണ് ഗ്ലോബൽ വാർമിംഗ്. അപ്പം അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഗ്ലോബൽ വാർമിംഗ് ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് ടു അവർ എൻവയോൺമെൻറ്റ്. വാട്ട് കോസസ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് വാട്ട് സൊല്യൂഷൻസ് ആർ ദർ ടു ദിസ് പ്രോബ്ലം. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്? പ്രോബ്ലം സൊല്യൂഷൻ അല്ലെങ്കിൽ കോസ് എഫക്റ്റ്, കോസ് സൊല്യൂഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അത് അതിൻ്റെ ഫോർമാറ്റിൽ എഴുതുക. അപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്ക് എല്ലാവരും തന്നെ നോക്കിയിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്, പ്രത്യേകിച്ച് അക്കാഡമിക് സ്റ്റുഡൻസ്. അടുത്തൊരു എസ്സേ എന്ന് പറയുന്നത് ഓൾദോ മെനി പീപ്പിൾ വാല്യൂ ദർ പബ്ലിക് പാർക്സ് ദിസ് സ്പേസ് കുഡ് ബി ബെറ്റർ യൂസ് ഫോർ അതർ പർപ്പസസ് സച്ച് ആസ് റെസിഡൻഷ്യൽ ഏരിയാസ് for the ever-growing population or to develop business and boost economies. To what extent do you agree or disagree? പബ്ലിക് പാർക്സിനെ വാല്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ സ്പേസ് ചുമ്മാ പാർക്കാക്കി ഇടാതെ അവിടെ റെസിഡൻഷ്യൽ ഏരിയാസും ഇക്കോണമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സോ ബിസിനസ്സോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനാണ് കുറച്ച് പേര് പറയുന്നത്. അപ്പോൾ എത്രത്തോളം നമ്മൾ അതിനോട് യോജിക്കുന്നു വിയോജിക്കുന്നു രണ്ട് സൈഡും പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ അതാണ് ഒരു ക്വസ്റ്റ്യൻ. പിന്നെ ഡിഫോറസ്റ്റേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വിത്ത് ഡിഫോറസ്റ്റേഷൻ, അർബൻ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇല്ലീഗൽ ഹണ്ടിങ്, മെനി ആനിമൽ സ്പീഷീസ് ആർ ബിക്കമിങ് എൻഡേഞ്ചേർഡ് ആസ് ദേ ലൂസ് ദർ ഹാബിറ്റാറ്റ് ആൻഡ് സം ആർ ഈവൻ ത്രെറ്റൻഡ് ടു ദ പോയിന്റ് ഓഫ് എക്സ്റ്റെൻഷൻ. അപ്പം ഈ എക്സ്റ്റെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള ആനിമൽസിനെ കുറിച്ചിട്ട്. അത് ഹണ്ടിങ്, ഡിഫോറസ്റ്റേഷൻ കാരണം, ഇല്ലീഗൽ ഹണ്ടിങ് അല്ലെങ്കിൽ അർബൻ ഡെവലപ്മെൻ്റ് ഒക്കെ കാരണം ഒരുപാട് ആനിമൽസ് എല്ലാം എൻഡേഞ്ചേർഡ് ആവുന്നു അല്ലെങ്കിൽ എക്സ്റ്റെൻഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അത് ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്റ്റ് ആനിമൽസ്? എന്താ ഇമ്പോർട്ടൻ്റ് ആണോ ആനിമൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? വാട്ട് മെഷേഴ്സ് ക്യാൻ ബി ടേക്കൻ ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം? ഇതും സെയിം തന്നെ. ഓക്കെ, എന്താണ് പ്രോബ്ലം സൊല്യൂഷൻ? ഓക്കെ, ആ ഒരു ടൈപ്പിലാണ് എഴുതേണ്ടത്. ഇതും നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. സോ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ദാറ്റ് ഈസ് വിത്ത് ഇൻക്രീസിംഗ് പോപ്പുലേഷൻ ആൻഡ് എവർ ഗ്രോയിങ് അർബൻ സെൻറ്റേഴ്സ് മെനി കൺട്രീസ് ലൂസിംഗ് ദർ നാച്ചുറൽ ബ്യൂട്ടി സ്പോട്സ്. What benefits are there to protecting places of natural beauty and how can this be solved? ഓക്കെ, അർബൻ പോപ്പുലേഷൻ കൂടുന്നു, അർബൻ സെൻറ്റേഴ്സ് കൂടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ബ്യൂട്ടി സ്പോട്ട്സ് എല്ലാം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് നാച്ചുറൽ ബ്യൂട്ടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് പ്രോബ്ലം സൊല്യൂഷൻ തന്നെയാണ്. അത് ആ ഒരു ഫോർമാറ്റ് നോക്കിയിട്ട് വയ്ക്കുക. സോ ഈ ഒരു ടോപ്പിക്കുകൾ എസ്സേ ഫോർമാറ്റ് ഏതും ആവാം. ഡു യു എഗ്രി ഓർ ഡിസഗ്രി, ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി, പ്രോബ്ലം സൊല്യൂഷൻ ഓർ കോസ് എഫക്റ്റ്, ഡിസ്ക്രൈബ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്, ഡിസ്കസ് ബോത്ത് വ്യൂസ്, do the advantages outweigh disadvantages, is it a positive or negative development, what is your opinion, discuss both views and give your opinion. ഈ ഇത്രയും മോഡലിൽ ഏതെങ്കിലും ഒരു മോഡലിലാവാം. പക്ഷേ ഈ ടോപ്പിക്ക് ഏത് മോഡലിലും നമുക്ക് ഈ ഒരു പാരഫ്രൈസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. പക്ഷേ മീനിങ് ഇതായിരിക്കും. ഈ ഒരു ടോപ്പിക്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കിയിട്ട് തന്നെ എക്സാം എഴുതാൻ പോവുക. നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞു, എൻവയോൺമെൻറ്റ് കഴിഞ്ഞു. ഇനി ചോദിക്കാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. ടെക്നോളജീനെ കുറിച്ചിട്ട് ഈ മന്ത്സിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ടെക്നോളജീനെ കുറിച്ചിട്ടും ആവാം. എന്നിരുന്നാലും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആൻ ഇൻക്രീസിംഗ് നമ്പർ ഓഫ് പീപ്പിൾ ആർ നൗ യൂസിങ് ദ ഇൻ്റർനെറ്റ് ടു മീറ്റ് ദ ന്യൂ പീപ്പിൾ ആൻഡ് സോഷ്യലൈസ്. സം പീപ്പിൾ തിങ്ക് ദാറ്റ്
this has brought people closer together while others think that people are becoming more isolated. Discuss both sides and give your opinion. അപ്പോൾ ഇൻ്റർനെറ്റ് വന്നതോടുകൂടി ആളുകൾ അങ്ങനെ മീറ്റ് ചെയ്യുന്നില്ല, സോഷ്യലൈസ് ചെയ്യുന്നത്. കുറേ പേര് പറയുന്നു ഇത് ഈ ഇൻ്റർനെറ്റ് ആളുകളെ തമ്മിൽ ക്ലോസ് ആക്കുന്നു, എന്നാൽ കുറേ പേര് പറയുന്നു അത് ആളുകളെ ഐസൊലേറ്റഡ് ആക്കുന്നു. അപ്പോൾ രണ്ട് സൈഡും പറയാം, നമ്മളുടെ ഒപ്പീനിയനും പറയാം. ഓക്കെ, ഇത് ഈസ് ഇറ്റ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സെയിം ചോദിച്ചിട്ടുണ്ട്. കാരണം സോഷ്യലൈസേഷൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഇൻ്റർനെറ്റ്, സോഷ്യലൈസേഷൻ, ഓൺലൈൻ മീഡിയ, ഇതെല്ലാം. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് മോർ ആൻഡ് മോർ ചിൽഡ്രൻ ആർ ആക്സസിങ് ദ ഇൻ്റർനെറ്റ് അൺസൂപ്പർവൈസ്ഡ് അറ്റ് എ വെരി യങ് ഏജ്. ദിസ് ക്യാൻ സംടൈംസ് പുട്ട് ചിൽഡ്രൻ അറ്റ് റിസ്ക്. വാട്ട് പ്രോബ്ലംസ് ഡു യു തിങ്ക് പാരൻസ് ഫേസ് വെൻ ഡീലിംഗ് വിത്ത് ദർ ചിൽഡ്രൻ യൂസിങ് ദ ഇൻ്റർനെറ്റ്? ഓക്കെ, കുട്ടികൾ മൈനർ ആയിരിക്കുമ്പോൾ തന്നെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലം എന്താണ്, അതെങ്ങനെ പാരൻസിന് ഡീൽ ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഇതും ഓഫ് കോഴ്സ് പ്രോബ്ലം സൊല്യൂഷൻ തന്നെയാണ്.